ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മുത്തശ്ശൻ തിരികെ അനന്തപുരിയിലേക്ക് ആദർശിനെ നയനയും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. എന്നാൽ അനന്തപുരിയിൽ മുത്തശ്ശി ഒഴികെ ബാക്കി ആർക്കും ഒരു സൂചന പോലും നൽകാതെയാണ് മുത്തശ്ശൻ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതും. തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്ന കൊച്ചുമോനെയും മോളെയും രാജകീയമായി എല്ലാ പ്രൗഢിയോടെയും ഗാംഭീര്യത്തോടെയും തന്നെ സ്വീകരിക്കണമെന്ന് മുത്തശ്ശന് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും മുത്തശ്ശൻ തന്നെ മുന്നിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ട്. വീട് മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും അതുപോലെ തന്നെ താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ടാണ് ആദർശനെ നയനെയും വരവേൽക്കാൻ മുത്തശ്ശൻ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കിയിട്ടുള്ളത്. എന്നാൽ അനന്തപുരിയിലുള്ളവരുടെ വളരെ പ്രധാനപ്പെട്ട 2 ഗസ്റ്റുകൾ വരുന്നുണ്ടെന്നും നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അവരാണെന്നും അതുകൊണ്ട് അവരെ രാജകീയമായി തന്നെ വരവേൽക്കാനാണ് ഈ ഒരു തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നതെന്നുമാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദർശം നയനയുമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ സംശയം പോലും ആരുടെയും മനസ്സിൽ ഉണ്ടാവുന്നുമില്ല. അവന്തികയും നബിയും ജലജ ഉൾപ്പെടെ എല്ലാവരും താലപ്പൊലിയൊക്കെ ഏറ്റി അതിഥികളെ സ്വീകരിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്ത് നല്ല പ്രൗഢിയോടെയും പ്രശസ്തിയോടെയൊക്കെ ആദർശം നയനയും കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി അതിയായ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് ജലജയ്ക്കും ആബിക്കും അവന്തിക്കും ഒക്കെ നല്ലൊരു അടി കിട്ടിയതുപോലെയായിരുന്നു. അവരാകെ ഷോക്കായി തന്നെ നിൽക്കുകയാണ്. ഇവരാണ് അതിഥികളെന്നോ, ഇവർക്ക് വേണ്ടിയാണോ, ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയാണോ മുത്തശ്ശൻ ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ അവർ ആ സമയത്ത് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ തൻ്റെ മകനും മരുമകളും തറവാട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ദേവയാനിയും ജയനും. നബിക്കും അതുപോലെ തന്നെ. അവർ രണ്ടാളും തിരിച്ചെത്തിയ സന്തോഷം മനസ്സ് നിറയെ ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. മുത്തശ്ശൻ ഇങ്ങനെ തന്നെ അവരെ വരവേൽക്കണം എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണെന്നും അതുപോലെ അവരോട് കാണിച്ച വെറുപ്പും ദേഷ്യമൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു എന്നൊക്കെ ഓർക്കുമ്പം എല്ലാവർക്കും അത് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അനന്തപുരിയിൽ നിന്ന് ആദർശ നയനയും പടിയിറങ്ങിപ്പോയപ്പോൾ എല്ലാവരും കരുതിയത് മുത്തശ്ശൻ എന്നേക്കുമായി അവരെ പുറത്താക്കിയെന്നാണ്. അവരെ തിരികെ വിളിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും മുത്തശ്ശൻ അതിനൊന്നും മുതിരാതെ എല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു ട്വിസ്റ്റ് മുത്തശ്ശൻ കൊണ്ടുവന്നത്. ഇതേ സമയത്ത് ദേവേനെ ഓടിച്ചെന്ന് നയനെ വാരിപ്പുണരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മോളെ, നയന മോളെ, മോളിങ്ങി വന്നോ, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ദേവേന് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജയനും അജയനും അനിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് ചെന്ന് അവരെ സന്തോഷപൂർവ്വം വീട്ടിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ ജാനകിയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷനുണ്ട്. എന്താന്ന് വെച്ചാൽ ആദർശ് ഇങ്ങോട്ടേക്ക് മടങ്ങി വരുന്നതിനോട് ജാനകിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. തന്റെ മകന്റെ MD സ്ഥാനം തെറിക്കുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ ജാനകിയുടെ മനസ്സിൽ. ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ആദർശ് നയനമാണെന്ന് മുത്തശ്ശൻ ഇപ്പം പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ MD സ്ഥാനം തിരികെ ആദർശിന് കൊടുക്കുമെന്നുള്ളൊരു ഭയമുണ്ട് നമ്മുടെ ജാനകിയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ജാനകി അത്ര വലിയ സന്തോഷമൊന്നും കാണിക്കുന്നുമില്ല അവരുടെ തിരിച്ചുവരവിൽ. എന്തായാലും ജലജയ്ക്കും അവന്തിയയ്ക്കും അബിക്കും ഒക്കെ ഇത് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു. ആദർശ് ഇനി ഒരിക്കലും തറവാട്ടിലേക്ക് തിരിച്ചു വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അവര്. അങ്ങനെ ഉള്ളപ്പോഴാണ് അവരെ രാജകീയമായ പ്രൗഢിയോട് തന്നെ മുത്തശ്ശൻ തറവാട്ടിലേക്ക് സ്വീകരിക്കുന്നതും. എന്നിട്ട് അനി മുത്തശ്ശനോട് പറയുന്നുണ്ട്, അപ്പൊ മുത്തശ്ശന്റെ മനസ്സിൽ ഇതായിരുന്നു അല്ലേ? ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിൽ പലരും പറഞ്ഞതാ ആദർശേട്ടനെയും നയനേട്ടത്തെയും തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന കാര്യം. അപ്പൊ പോലും മുത്തശ്ശൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. തറവാട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് പുറത്തു പോയവരെ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ട കാര്യമില്ലെന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് മുത്തശ്ശന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ക്ലൂ പോലും തന്നില്ലല്ലോ മുത്തശ്ശ. എന്തായാലും മുത്തശ്ശൻ ആള് പുലിയാ. ആരെയും അറിയിക്കാതെ കാര്യങ്ങൾ ഇത്രത്തോളം ആക്കിയില്ലേ? ആദർശേട്ടനും നയനേട്ടത്തെയും ഇതുപോലെ തന്നെ സ്വീകരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് തന്നെയാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ഇവർ രണ്ടുപേരും തന്നെയാണ് മുത്തശ്ശ. അത്രത്തോളം ഇവർ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് ഞാൻ മുത്തശ്ശനൊന്ന് സംശയിച്ചായിരുന്നു. എന്നാലും ഇത്രയും വലിയൊരു സർപ്രൈസ് ആയിരിക്കും ഇതെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അനിയുടെ സംസാരവും ചോദ്യം ചെയ്യലും ഒക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും തലകുനിച്ച് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. എടാ മോനെ, ഇത് മാത്രമല്ല, ഇതുപോലത്തെ സർപ്രൈസുകൾ ഇനിയും ഈ തറവാട്ടിൽ ഉണ്ടാകും. അത് പതിയെ പതിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടി തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നോക്കുകയാണ്. അതിനുശേഷം ആദർശം നയനയും വന്ന് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയും കാൽക്കൽ തൊട്ട് വണങ്ങി അവരുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അവരെ അനുഗ്രഹിച്ചതിന് ശേഷം രണ്ടുപേരും ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവരും വിചാരിച്ചത് ഞാൻ എൻ്റെ കൊച്ചുമോനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നല്ലേ? അവനൊരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയപ്പോൾ നിങ്ങൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി. മറിഞ്ഞിരുന്ന അനന്തപുരിയുടെ ശത്രുക്കൾ അവനെ വീഴ്ത്താനാണ് നോക്കിയത്. മുംബൈയിലും ദുബായിലും വെച്ച് ചതിയിൽ വീഴ്ത്താനും അപായപ്പെടുത്താനും നോക്കിയതല്ലേ? നമ്മുടെ പിന്നാലെ തന്നെ ശത്രു ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ആദർശനോട് പലതവണ പറഞ്ഞതാണ്. എന്നാലും അതിന്റെ സീരിയസ്നെസ് അത്രത്തോളം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവനോട് ഞാൻ ഇച്ചിരി ദേഷ്യവും വെറുപ്പുള്ളതായിട്ട് കാണിച്ചത്. എന്നാലും എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ തറവാടിനെയും നമ്മുടെ ബിസിനസിനെയും തകർക്കാൻ നോക്കുന്ന ആ മുഖ്യ ശത്രു അത് നമ്മളെ എല്ലാവരെയും നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. ആ ശത്രുക്കൾ കൂടുതൽ അപകടകാരികളാണെന്ന് മനസ്സിലാക്കിയത് ആദർശ് മുംബൈയിലും അതുപോലെ ദുബായിലും നേരിട്ട വെല്ലുവിളികളിലൂടെയാണ്.
അതുകൊണ്ടാണ് അവർ ഞാൻ അങ്ങനെ ഒരു ശിക്ഷ തന്നെ നൽകിയത്. എനിക്ക് ഉറപ്പായിരുന്നു ഈ ശത്രുവിനെ കണ്ടുപിടിക്കാൻ ആദർശിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ആദർശിനെ തന്നെ ഞാൻ ആ ദൗത്യം ഏൽപ്പിച്ചത്. ഇവിടെ തന്നെ തുടർന്നു പോയിരുന്നെങ്കിൽ ഉറപ്പായും ആദർശിന് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ ബിസിനസ് ഉൾപ്പെടെ എല്ലാം തകർന്നു പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ തറവാട്ടിൽ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറിയപ്പോൾ ഞാൻ അതിനെ സമ്മതിച്ചതും അവനെ പിന്നെ വിളിക്കാതിരുന്നതും. ഞാൻ കാണിച്ച അവഗണനയും കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെടലുകളും എല്ലാം എൻ്റെ മുമ്പിൽ ജയിക്കണമെന്നുള്ള ആദർശിൻ്റെ വാശിയെ ബലപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് വസുന്ധര ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് പോലും ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാഞ്ഞതും അവനോട് ഇച്ചിരി സ്നേഹത്തിൽ സംസാരിക്കാൻ തരുന്നതും. എന്തായാലും നമ്മുടെ മുഖ്യ ശത്രുവിനെ കണ്ടുപിടിച്ച് അവനെ നേരിടാനുള്ള ബുദ്ധിയും ബലവും ഒക്കെ ആയിട്ടാണ് ആദർശം നയനയും തിരികെ എത്തിയിട്ടുള്ളത്. എൻ്റെ കൊച്ചുമോൻ ആരുടെ മുമ്പിൽ തോൽക്കുന്നതോ തലകുനിക്കുന്നതോ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവനൊരു വീറും വാശിയും ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ഇവരോട് യാതൊരു ദേഷ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശനെ നേരെയും ഒന്നും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ്റെ ഈ ഒരു സംസാരമൊക്കെ കേട്ട് ജലജയ്ക്കും അബിക്കും അവന്തിക്കും ഒക്കെ നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. കാരണം മുത്തശ്ശൻ കളിച്ച ഒരു നാടകം മാത്രമാണ് ഇതെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അവിടെ നടക്കുന്ന രംഗങ്ങളൊക്കെ കണ്ട് അവന്തികയും അബിയും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരു ചെറിയ ഭയവും ഉണ്ട് കേട്ടോ. കാരണം മുത്തശ്ശൻ കളിച്ച ഈ നാടകം അത് തങ്ങളുടെ തലവര തന്നെയാണല്ലോ മാറ്റാൻ പോണെന്നൊക്കെ ഓർത്തിട്ടാണ് അവരിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും. എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനും എൻ്റെ അച്ഛനെ തകർക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇയാൾ ഇത്രയും നാളും ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. സ്വന്തം കൊച്ചുമോനെ പുറത്ത് നിർത്തി അയാളെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണല്ലോ ഈ കിളവൻ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്തിട്ടാണ് അവന്തികയും അബിയും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്. അത് മാത്രമല്ല, കമ്പനിക്കിപ്പുണ്ടായ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ആദർശം നയനയുമാണെന്നാണല്ലോ ഈ കിളവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനിയുടെ MD സ്ഥാനം തെറിക്കുമോ? അനിയെ വിവാഹം കഴിക്കുന്നതിലൂടെ MD സ്ഥാനവും അതുപോലെ അനന്തപുരയുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ കഴിയുമെന്നാണല്ലോ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമെന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അവന്തികയുടെ മനസ്സിൽ. ഇത്രയും നാളും ആദർശനോടും നയനോടും ഒക്കെ വെറുപ്പ് കാണിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ ഒറ്റ ദിവസം കൊണ്ടല്ലേ അയാളുടെ മനസ്സുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. അതുപോലെ ഇനി അങ്ങോട്ടേക്ക് അനി MD സ്ഥാനത്തിരുന്നാൽ മതിയെന്ന് പറഞ്ഞ ആള് നാളെ ഇനി അനി അവിടുന്ന് മാറ്റി ആദർശനെ MD സ്ഥാനം ഏൽപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാം പൊളിഞ്ഞത് തന്നെ. അങ്ങനെ ഓരോന്നാലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് അവന്തികയുടെ. ജലജയും അബിയും അവന്തികയും ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ഉള്ളിലും നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ. അബിയും അവന്തികയും പിടിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിലാണെങ്കിൽ ജലജയുടെ മനസ്സിൽ നാഗേന്ദ്രയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതം തകർത്തെറിഞ്ഞ താൻ വെറുത്തുപേക്ഷിച്ച നാഗേന്ദ്രൻ വീണ്ടും തിരിച്ചെത്തിയെന്ന് അറിയുമ്പോഴേക്കും അത് ജലജയ്ക്കും ഉള്ള സമാധാനം കൂടി ഇല്ലാതാക്കുകയാണ്. ഇത്രയും നാളും അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. അയാൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴേക്കും അത് ജലജയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല കേട്ടോ. അബിയും നവിയും ജോലി ചെയ്യുന്ന AM ജ്വല്ലറിയുടെ MD കൂടിയാണ് അയാളെന്ന് അറിയുമ്പോഴേക്കും അവരെ അയാൾ വശപ്പെടുത്താനുള്ള തന്ത്രം മെനയുകയാണെന്ന് ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ തൻ്റെ മക്കൾ കൈവിട്ടു പോയെന്നും അച്ഛൻ്റെ കൂടെയാണെന്നുള്ളത് ജലജ അറിയുന്നില്ല കേട്ടോ. തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതാണെങ്കിലും നാഗേന്ദ്രൻ്റെ കയ്യിലും അത്യാവശ്യം കാശൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ജലജയുടെ കൂടെ എന്തായാലും അബിയും അവന്തികയും നിൽക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ തൻ്റെ മക്കളെ വശത്താക്കി അയാളുടെ പക്ഷം ചേർക്കും എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ നമ്മുടെ ജലജയ്ക്ക്. അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ആദർശ നയനം തിരികെ വീട്ടിലേക്ക് എത്തിയത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നേയില്ല. അതിലും വലിയ തലവേദനകളാണല്ലോ ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജലജ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ആരവങ്ങൾക്കും ഒടുവിൽ ആദർശനും നയനയും സ്വീകരിച്ച് എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ജലജ നേരെ ചെല്ലുന്നത് അവന്തികയുടെയും അതുപോലെ അബിയുടെയും അടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് നാഗേന്ദ്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അബിയും നവിയും പരസ്പരം നോക്കിയിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നുള്ള മട്ടിൽ തന്നെയാണ് മറുപടി പറയുന്നതും. എന്നാൽ നവ്യ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. AM ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ നാഗേന്ദ്രനാണെന്നും ഡേവിഡ് അയാളുടെ ഒരു ബിനാമി മാത്രമാണെന്നും സ്വന്തം മകനെ മാനേജറാക്കി AM ജ്വല്ലറിയിൽ പോസ്റ്റ് ചെയ്യിച്ചത് അയാൾ തന്നെയാണെന്നും അതുപോലെ അവന്തിയേക്കും നാഗേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നവ്യയ്ക്ക് അറിയാട്ടോ. എന്നാൽ തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച അബിയെ വെറുതെ വിടാനാവില്ലെന്നും അവൻ അതിനുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നൊക്കെയാണ് നവ്യ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ AM ജ്വല്ലറി എന്ന സാമ്രാജ്യം തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നല്ലോ നവ്യയുടേത്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയില്ലെന്ന് നവ്യ കൂളായിട്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ജലജ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും നവ്യയ്ക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും. എന്നാലും അബി അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ ഇതിനു മുമ്പും ഇതുപോലെ പല കള്ളങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനും കൂടെ ചേർന്നാണോ ഈ ഒരു നാടകം കളിച്ചെന്നുള്ളത് ജലജയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട്. തൻ്റെ മക്കളെ അയാൾ വശപ്പെടുത്തി എടുക്കുമെന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ ജലജ അബിയോടും അതുപോലെ നവ്യോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ജോലിക്ക് പോകണ്ട, നിങ്ങൾ ആ ജോലി റിസൈൻ ചെയ്തേക്കുന്നൊക്കെ. പക്ഷെ അതനുസരിക്കാൻ അവർ രണ്ടുപേരും കൂട്ടാകുന്നില്ല. ജലജ ഇതിനു മുമ്പും അവരോട് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അപ്പോഴും ഇനിയും ആ ഒരു എഗ്രിമെന്റ് കാലാവധി കഴിയാൻ സമയമുണ്ട്. അതുകൊണ്ട് രണ്ടുപേർക്കും പെട്ടെന്ന് ആ ജോലി ഉപേക്ഷിച്ച് വരാൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നതും.
അപ്പോഴും ജലജ അവർക്കൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട്. അയാൾ ഒരു ദുഷ്ടനാണ്, അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അതുകൊണ്ട് പണം കണ്ട് നിങ്ങൾ അയാളുടെ വലയിൽ വീഴരുത്. അയാൾ എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത ചതി അതൊരിക്കലും മറക്കാനാവില്ലെന്നൊക്കെ പറഞ്ഞ് ജലജ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്നാൽ അബിക്കും നവിക്കും അവന്തിക്കും ഒന്നും ജലജ എന്താണെങ്കിൽ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം നാഗേന്ദ്രൻ അവരോട് പറഞ്ഞേക്കുന്നത് അമ്മ എന്നെ ചതിച്ചു എന്നാണല്ലോ. അമ്മ എന്നോട് വലിയ ചതി ചെയ്തു എന്നും അമ്മ കാരണമാണ് തനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായെന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഇവർക്ക് ആവുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു വ്യഗ്രത കൂടി ഇവർ കാട്ടുന്നുണ്ട്. അതിനുശേഷം ആ പൂജയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. കുടുംബത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറി വീണ്ടും അനന്തപുരിയിൽ സന്തോഷവും സമാധാനവും നിലകൊള്ളണമെന്നും അതുപോലെ നയനമ്മയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനും നയനമ്മക്കും ഒരു ആപത്തും കൂടാതെ അവർ രണ്ടുപേരും സുഖമായി ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ മുത്തശ്ശൻ ഈ വലിയ പൂജയൊക്കെ നടത്തുന്നത്. എന്തായാലും ആ പൂജയൊക്കെ നടന്നതിന് ശേഷം മുത്തശ്ശൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവന്തിയുടെയും അനിയുടെയും വിവാഹ നിശ്ചയത്തെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിങ്ങനെ വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വിവാഹ നിശ്ചയം നടത്തണം. പുറത്തുനിന്ന് ആരെയും ക്ഷണിക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം മതിയെന്ന് മുത്തശ്ശൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അനാമികയുടെയും അനിയുടെയും കേസ് കോടതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടത്തുന്നത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹ നിശ്ചയത്തിന്റെ കാര്യം പുറത്തധികം ആരും അറിയാൻ പാടില്ലെന്ന് മുത്തശ്ശൻ പ്രത്യേകം പറയുന്നുണ്ട്. ആദർശേട്ടനും നയനേട്ടത്തെയും തിരികെ വീട്ടിലേക്ക് വന്നതിന്റെ സന്തോഷം ഉണ്ടെങ്കിലും അതിനുശേഷം ഉടനെ തന്നെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അനി ആ കാര്യം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് വല്ലാതെ സങ്കടപ്പെട്ട് തന്നെ മുറിയിലിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ആലോചിച്ച് അനി ആകെ തല പുകഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാളും തൻ്റെ കളിക്കൂട്ടുകാരിയായി കണ്ടിരുന്ന അവന്തികയെ എങ്ങനെയാണ് താൻ കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയായിട്ട് കാണുന്നത്? അതിന് തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഈ ജന്മത്ത് എനിക്ക് നന്ദുവിനും ഒന്നിക്കാൻ സാധിച്ചില്ലെങ്കിലും അവന്തികയെ പോലുള്ള ഒരുത്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമേ ഇല്ലെന്ന് എത്ര തവണ പറഞ്ഞു. എന്നിട്ടും ആരും എൻ്റെ ഇഷ്ടം വകവെക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അനി. താൻ ആദ്യമായും അവസാനമായും സ്നേഹിച്ച ആളാണ് നന്ദു. അവളെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അവളെ അല്ലാതെ മറ്റാരെയും തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനും എനിക്കാവുന്നില്ല. അമ്മ ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഒന്നിക്കുന്നതിനെ എതിർക്കുകയല്ലേ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ബലമായി അവളുടെ കയ്യിൽ മോതിരം ഇടിച്ചാലും അവളുടെ കഴുത്തിൽ ഞാൻ ഒരിക്കലും താലി കെട്ടില്ല. അവളുടെ ഭർത്താവായി ഇനിയുള്ള കാലം അങ്ങോട്ടേക്ക് ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ അനിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അനിയുടെ മുമ്പിലേക്ക് അവന്തിക വരുന്നുണ്ട്. പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവന്തിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനിയുടെ മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് തന്നെ പൂജയിൽ നിന്നും വലിയ കാര്യമായിട്ട് അനി പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്തിക അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അനിയേട്ടാ ഇത്? അനിയേട്ടൻ എന്താ പൂജയിൽ പങ്കെടുക്കാതിരുന്നത്? പൂജ തുടങ്ങിയ ആ സമയത്ത് മാത്രമേ അനിയേട്ടനെ അവിടെ കണ്ടുള്ളൂ. പിന്നീട് അനിയേട്ടൻ നേരെ റൂമിൽ വന്നിരിക്കുകയാണല്ലോ ചെയ്തത്. എന്താ പറ്റി അനിയേട്ടന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അനി ഭയങ്കര റഷായിട്ട് തന്നെയാണ് കേട്ടോ അവന്തിയോട് സംസാരിക്കുന്നത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ എന്തിനാ ഇപ്പം എൻ്റെ റൂമിൽ വന്നത്? മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക്. എനിക്കിവിടെ കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം. എനിക്ക് ഇച്ചിരി സമാധാനം വേണം എന്നൊക്കെ പറഞ്ഞ് അവന്തിയോട് ദേഷ്യപ്പെടുകയാണ് അനി. അനിയേട്ടൻ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ അനിയേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നതല്ലല്ലോ. ഞാൻ അനിയേട്ടനോട് വേറൊരു കാര്യമാണ് ചോദിക്കാൻ വന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വിവാഹ നിശ്ചയമല്ലേ ഈ വരുന്ന ഞായറാഴ്ച. അപ്പോൾ വിവാഹ നിശ്ചയത്തിനുണ്ടായിരുന്ന ഡ്രസ്സ് എടുക്കാൻ നമുക്ക് ഒന്നിച്ച് പോയാലോ എന്ന് ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും അനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവന്തികയുടെ അടുത്ത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി എൻ്റെ അടുത്ത് വന്നു പോകരുതെന്ന്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഈ വിവാഹ നിശ്ചയത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്? ഈ വിവാഹ നിശ്ചയം നടക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് നിശ്ചയത്തിനുണ്ടാകുന്ന ഡ്രസ്സ് എടുക്കുന്ന കാര്യം നീ ചോദിച്ചാണ്ട് വന്നേക്കുന്നത്. ഈ വിവാഹ നിശ്ചയം പോലും എനിക്ക് ഇഷ്ടമല്ല. മുത്തശ്ശനോട് മറുത്തൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം ക്ഷമിച്ചു പോകുന്നത്. എൻ്റെ തലയിൽ കയറി ഇറങ്ങാൻ നോക്കരുത് നീ. മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് പൊക്കോ. എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞാനിപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഈ വിവാഹ നിശ്ചയം നടക്കണമെന്നോ ഈ കല്യാണം നടക്കണമെന്നോ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെങ്ങനെയെങ്കിലും മുടങ്ങിപ്പോണെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അനിയേട്ടൻ തന്നെയായിരിക്കും എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. അനിയേട്ടനല്ലാതെ എൻ്റെ കഴുത്തിൽ മറ്റാരും താലി കെട്ടില്ല. അത് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശനും നയനേട്ടത്തെയും എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ട് ആ വാക്ക് അവർ പാലിച്ചിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും അനിയേട്ടൻ തന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടും. ഞാൻ അനിയേട്ടന് ഭാര്യ ആവുകയും ചെയ്യും. അതുകൊണ്ട് വെറുതെ എന്തിനാ അനിയേട്ടൻ ഇങ്ങനെ ബലം പിടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് പിന്നെയും ദേഷ്യം വന്നിട്ട് അനി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കുന്നത്. അതിൻ്റെ കൂടെ നീ എന്നെ വെറുതെ ചൊറിയാൻ വരരുത്. മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞ് അനി ദേഷ്യപ്പെടുമ്പോഴേക്കും അനിയേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ അമ്മായിയും കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവന്തിക അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അവന്തിക തൻ്റെ പിന്നാലെ തന്നെയാണല്ലോ. ഇവള് കാരണം ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല. ഈ വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല.
എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു മട്ടിലാണ് അനിയിരിക്കുന്നത്. ഇതിനിടയിൽ കുറച്ച് ആശ്വാസം കിട്ടാനായിട്ട് നന്ദുവിനെ ഇടയ്ക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ എടുക്കുന്നുമില്ല. അയക്കുന്ന മെസ്സേജിനൊന്നും റീപ്ലൈയും തരുന്നില്ല കേട്ടോ. അത് നമ്മുടെ അനിക്ക് നല്ല വിഷമാക്കുന്നുണ്ട്. നന്ദുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അനിയെ അത് ഇത്രത്തോളം ബാധിക്കില്ലായിരുന്നു. ഇവിടെ നന്ദു ഒരു അകൽച്ച പാലിക്കുന്നതുകൊണ്ട് തന്നെ അനിക്ക് ആകെ പിടിവിടുകയാണ്. അനി അങ്ങനെയൊക്കെ സംസാരിച്ചത് അവന്തിക്ക് ഒരുപാട് വിഷമമായി. അതുകൊണ്ട് തന്നെ അവന്തിക കരഞ്ഞുകൊണ്ട് റൂമിൽ വന്നിരുന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട്. നാഗേന്ദ്രയെ വിളിച്ച് അനി പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എൻ്റെ കഴുത്തിന് താലി കെട്ടുന്നതിൽ നല്ലത് ജീവൻ ഒടുക്കുന്നതാണെന്ന് അവൻ പറയുന്നത്. ഇങ്ങനെയുള്ളവൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാച്ചാ? ഇത്രയും നാളായില്ലേ ഞാൻ അനിയേട്ടൻ്റെ പിന്നാലെ നടക്കുന്നു. എന്നോട് ഒരു വാക്ക് പോലും സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും സ്നേഹം പോലും ഇപ്പം എന്നോട് കാണിക്കുന്നില്ല. ഇപ്പം എന്നെ കാണുന്നത് പോലും അനിയേട്ടൻ്റെ ദേഷ്യമാ. അങ്ങനെയുള്ള ആളോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാച്ചാ? ഈ ഞായറാഴ്ച എന്നെ വിവാഹ നിശ്ചയം നടത്താനാ മുത്തശ്ശൻ പറഞ്ഞത്. ഒന്നിച്ചു പോയി വിവാഹ നിശ്ചയത്തിന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് ഞാൻ അനിയേട്ടനോട് ചോദിച്ചു. അതിനാ അനിയേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വാക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം എന്തായാലും ഉറപ്പായി നടക്കും വെച്ചാ. വിവാഹ നിശ്ചയം നടന്നാലും ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടും ഇതുപോലെ തന്നെയാണെങ്കിൽ എങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടാകാനെന്നൊക്കെ അവധിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അതൊന്നും മോൾ വിഷമിക്കേണ്ട. അവൻ മോളുടെ കഴുത്തിലെ താലി കെട്ടിയതിന് ശേഷം മോൾ അവനെ വശപ്പെടുത്തി എടുക്കണം. അതിലാണ് മോളുടെ കഴിവ് തെളിയിക്കേണ്ടത്. പതിയെ പതിയെ അവൻ മോളുടെ വലയിൽ വീഴുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, ഇനി അങ്ങനെ നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അച്ഛൻ അറിഞ്ഞില്ലേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ? ആദർശേട്ടനെ നയനേട്ടത്തെയും മുത്തശ്ശൻ തന്നെ തറവാട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. രാജകീയ വരവേൽപ്പാ മുത്തശ്ശൻ അവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോലും അതിശയിച്ചു പോയി. ഏതോ വലിയ ഗസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നെന്നാ മുത്തശ്ശൻ പറഞ്ഞത്. രണ്ടുപേരും ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് അവരായിരുന്നു എന്ന്. താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ടാ മുത്തശ്ശൻ അവരെ ഇങ്ങോട്ടേക്ക് വരവേറ്റത്. മൂർത്തിസ് ജ്വല്ലറിക്ക് ഇപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ അവർ രണ്ടുപേരും ആണെന്നാ മുത്തശ്ശൻ പറയുന്നത്. അതുകൊണ്ട് അനിയേട്ടൻ്റെ MD സ്ഥാനം തെറിക്കുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ടച്ചാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണ്ട സ്വപ്നമൊക്കെ വെറുതെ ആയി പോവില്ലേ? കമ്പനിയുടെ MD അനിയേട്ടൻ ആയതുകൊണ്ടല്ലേ ഈ വിവാഹത്തെ പറ്റി പോലും നമ്മൾ ചിന്തിച്ചത്. ഇനിയിപ്പോൾ MD സ്ഥാനത്തുനിന്ന് അനിയേട്ടനെ മാറ്റി ആദർശേട്ടനെയാണ് അവിടെ ഇരുത്തുന്നതെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതും ഈ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും. അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവുകയല്ലേ അച്ഛാ എന്നിങ്ങനെ അവന്തിക ചോദിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രനും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, അയാൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലല്ലോ. ആദർശനോടും നയനയോടും അയാൾക്ക് വെറുപ്പുണ്ടെന്നല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. തറവാട്ടിൽ നിന്ന് തനിഷ്ഠകൻ ഇറങ്ങിപ്പോയവരെ തിരിച്ചു വിളിക്കുന്ന പ്രകൃതമൊന്നും അല്ലായിരുന്നു അയാളുടേത്. എന്നാൽ അയാളുടെ സ്വഭാവത്തിലും ഇപ്പം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിവാഹ നിശ്ചയവും അനിയുമായുള്ള കല്യാണമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനാണെന്ന് ഇപ്പം അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. ചിലപ്പോൾ നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, മൂർത്തിയെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അയാൾ തന്ത്രങ്ങൾ മെനയുന്ന കൂട്ടത്തിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്. അതുകൊണ്ട് അയാൾ ഇതുപോലുള്ള പല നാടകങ്ങളും കളിക്കും. അതുകൊണ്ട് നമ്മൾ കരുക്കൾ നീക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. അനിയുടെ മനസ്സിൽ മോളിൽ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ വിവാഹ നിശ്ചയവും ഈ വിവാഹമൊക്കെ എത്രയും പെട്ടെന്ന് നടക്കണം. അതുപോലെ തന്നെ ആ അനാമികയും അനിയും തമ്മിലുള്ള ഡിവോഴ്സ് അത് എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടണം മോളെ. കുറച്ച് കാശ് ചെലവാക്കിയാലും അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നടത്തിയെടുക്കണം. ഇനി അതിൻ്റെ പേരിൽ ഈ വിവാഹം വൈകിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ നാഗേന്ദ്രൻ പറയുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, അതേ അച്ഛാ, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. നിയമപരമായി അവരെപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ കേസായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കുറച്ചെന്തെങ്കിലും കൊടുത്ത് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് മേടിച്ചെടുക്കണം അച്ഛാ. എങ്കിൽ മാത്രമേ ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ പറ്റുള്ളൂ. അച്ഛൻ അറിയാവല്ലോ, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞാൻ അനിയേട്ടനെ ഒരുപാട് മോഹിച്ചു പോയതാ. ഇനി അനിയേട്ടനെ അല്ലാതെ മറ്റാരെയും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അനിയേട്ടൻ്റെ കൂടെ ആയിരിക്കും. അനിയേട്ടനെ എനിക്ക് നഷ്ടമാവുകയാണെങ്കിൽ ഇനി ഞാൻ ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ മോളെ എന്താ മോളെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അച്ഛൻ മോക്ക് വാക്ക് തന്നതല്ലേ, അനിയെ തന്നെ മോള് വിവാഹം കഴിക്കും. അവനും ഒത്തുമോക്ക് സന്തോഷത്തോടെ ജീവിക്കാനും കഴിയണം. അതിനു വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. എന്തായാലും ഈ ഒരു വിവാഹം നടക്കുന്നതാണ് ഇപ്പം നമ്മുടെ മുഖ്യ ലക്ഷ്യം. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഈ ഒരു വിവാഹത്തിലൂടെ മാത്രമേ ഇനി നമുക്ക് തിരിച്ചു പിടിക്കാനാവുള്ളൂ മോളെ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നൊക്കെ തന്നെ നാഗേന്ദ്രൻ തീർത്ത് പറയുകയാണ് അവന്തികയോട്. എന്തായാലും അവന്തികയും നാഗേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ അവന്തിക നാഗേന്ദ്രയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. നവ്യക്ക് അല്ലെങ്കിലും അവന്തികയെ സംശയമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവന്തികയുടെ മേൽ നവ്യയ്ക്ക് ഒരു കണ്ണുമുണ്ടായിരുന്നു. അവന്തിക അനിയുടെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട റൂമിലേക്ക് കയറി പോകുമ്പോഴേക്കും എന്താണ് കാരണം എന്നൊക്കെ അന്വേഷിക്കാനായിട്ടാണ് നവ്യ പിന്നാലെ പോയതെങ്കിലും അവിടെ ചെന്ന പാടെ അവന്തിക ഫോൺ എടുത്ത് നാഗേന്ദ്രയെ വിളിച്ചുകൊണ്ട് ആ സംസാരമൊക്കെ മറഞ്ഞെന്ന് കേൾക്കുകയാണ് നവ്യ ചെയ്തത്. എന്തായാലും നവ്യക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പിടികിട്ടിയിരിക്കുകയാണ് കേട്ടോ.
അഭി മാത്രമല്ല അവന്തികയും നാഗേന്ദ്രയോടൊപ്പം ആണെന്നും ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്നും നവ്യയ്ക്ക് മനസ്സിലാവുകയാണ്. ഇനിയും ഇതിനെ ഇങ്ങനെ വിട്ടുവെക്കാൻ പാടില്ലെന്നും അനിയുടെ ജീവിതം ഇവള് കാരണം നശിക്കാൻ പാടില്ലെന്നൊക്കെ നവ്യ വിചാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ അറിയിക്കണം. എന്നാൽ താൻ പറയുന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശൻ അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ. അതിന് തക്കതായ ഒരു തെളിവ് വേണമല്ലോ. അതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ അവന്തിക നാഗേന്ദ്രയുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നവ്യയുടെ ഫോണിൽ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും താനിപ്പോൾ അവന്തികയ്ക്കെതിരെ ഇങ്ങനൊരു വിമർശനം ഉന്നയിച്ചാൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം ഇതുപോലൊരു കഥ മെനഞ്ഞുണ്ടാക്കുന്നതാണെന്നൊക്കെ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് തെളിവുകൾക്കാണല്ലോ ഇവിടെ പ്രാധാന്യം. അങ്ങനെയുള്ളപ്പം ഈ തെളിവ് കാണിച്ചുകൊണ്ട് വേണം അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടക്കാനെന്നും അനിയും നന്ദുവും ആഗ്രഹിക്കുന്ന പോലെ അവർ തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടതെന്നൊക്കെ നവ്യ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇത്രയും നാളും ആദർശേട്ടനും നയനയ്ക്കും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത പോലെ തന്നെ ഈ ഒരു വീഡിയോയും നവ്യയുടെ സുഹൃത്ത് വഴി തന്നെ ആദർശന്റെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ആ വീഡിയോ കാണുന്ന നയനയ്ക്കും ആദർശനും ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആരോ പകർത്തിയ വീഡിയോ ആണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ. ആരായിരിക്കും ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുക? അതൊരു അജ്ഞാത നമ്പറിൽ നിന്ന് നമുക്ക് അയച്ചത് എന്തിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു അജ്ഞാത നമ്പറിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ആദർശേട്ടാ എന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഇപ്പം അതിന്റെ പിന്നാലെ പോകാൻ നമുക്ക് സമയമില്ലെന്നും എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുടെ ഈ നാടകം പൊളിച്ചെടുക്കണമെന്നും അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ലെന്നും അനി ഇതുപോലെ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴാൻ പാടില്ല എന്നൊക്കെ അവർ തീരുമാനിക്കുകയും മുത്തശ്ശന്റെ മുമ്പിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും സ്നേഹം നടിച്ച് അവന്തിക നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നും അവൾ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതും അവർക്കെല്ലാവർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ ഈ ഒരു വിവാഹ നിശ്ചയം മുടങ്ങുകയും അവന്തികയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയും മുത്തശ്ശൻ അവന്തികയും അഭിയെയൊക്കെ തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജലജയ്ക്ക് നാഗേന്ദ്രയെ അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ നാഗേന്ദ്രയുടെ ഒരു കാര്യത്തിലും ജലജ ഇടപെടുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രം ജലജ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയാണ് കേട്ടോ. ഈ വിവാഹ നിശ്ചയം മുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നന്ദു അനിയൊക്കെ. ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയത് കൊണ്ട് തന്നെ അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് ഈ വിവാഹ നിശ്ചയം മുടങ്ങിയെന്നും അവളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വന്നതെന്നും അനി പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴും ആദർശ നയനയും ആ അജ്ഞാത നമ്പറിന്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ. സേവിയറിന് അജ്ഞാത നമ്പർ അയച്ചു കൊടുത്തിട്ട് അത് ആരുടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഇവരെത്തിപ്പെടുകയും നവ്യയാണ് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ ഉള്ളത് ആദർശ നയനയും മനസ്സിലാക്കുകയാണ്. അങ്ങനെ അബിയുടെയും ഡേവിഡിൻ്റെയൊക്കെ ചതി മനസ്സിലാക്കിയതിനു ശേഷമാണ് നവ്യ നമ്മളെ സഹായിക്കാൻ തുടങ്ങിയെന്നൊക്കെ അവർ തിരിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അബിയുടെയും ഡേവിഡിൻ്റെയും അതുപോലെ ജലജയുടെയൊക്കെ കൂടെ അല്ലെന്നും അവളും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അവർ മുത്തശ്ശനെ അറിയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നവ്യയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ്റെ മുമ്പിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിൽക്കുകയാണ് നവ്യ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എന്നോട് പൊറുക്കണം മുത്തശ്ശ. അബിയുടെ ചതി തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അതുപോലെ തന്നെ അനഘയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിന് പിന്നിലും അബിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഓരോ നീക്കങ്ങളും ഇവരെ അറിയിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അവരെ തകർക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നവ്യ തുറന്നു പറയുകയാണ് കേട്ടോ. അങ്ങനെ അബി ചെയ്ത എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അബിക്കെതിരെ കേസെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നന്ദു. ജലജയ്ക്കും അബിക്കും അവന്തിക്കും ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ മുത്തശ്ശൻ നവ്യയുടെയും അതുപോലെ അനന്തപത്മനാഭൻ്റെയും പേരിൽ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്നും മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം മോളുടെ ഇഷ്ടം പോലെ മോള് ജീവിച്ചോന്നും മോഡലിങ്ങിലാണ് മോൾക്ക് താല്പര്യമെങ്കിൽ നമ്മുടെ ജ്വല്ലറിൽ തന്നെ മോഡലായിട്ട് മോൾ അഭിനയിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് സ്വന്തം ജ്വല്ലറിൽ തന്നെ ഒരു ജോലി കൊടുക്കുകയാണ് മുത്തശ്ശൻ. തൻ്റെ മക്കൾ പോലും ഇല്ലാത്ത ഈ വീട്ടിൽ താമസിക്കാൻ തനിക്കും ആഗ്രഹമില്ലെന്നും പറഞ്ഞ് ജലജ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്തേക്ക് ആദർശ് തന്നെ തിരികെ കയറുകയും ചെയ്യുന്നുണ്ട്. എനിക്കത് ഒരുപാട് റിലാക്സ് ആവുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും MD സ്ഥാനത്ത് ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ആനി. അതുകൊണ്ട് തന്നെ തന്നെക്കൊണ്ട് ഇത്രയും ഭാരപ്പെട്ട ചുമതലകളൊന്നും ഏൽക്കാനാവില്ലെന്നും പറഞ്ഞ് ആനി സ്വമേധി ആ സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞു മാറുകയും ആദർശിനെ MD സ്ഥാനത്തേക്ക് ഇരുത്തുകയും ചെയ്യുകയാണ് മുത്തശ്ശൻ. ആദർശ് തിരികെ MD സ്ഥാനത്തേക്ക് കയറുകയും ചെയ്യുന്നതോടുകൂടി അനന്തപുരിയിൽ വീണ്ടും സന്തോഷം നിറഞ്ഞാടുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്